ഞങ്ങൾ അതിരപ്പെടാതെ ഞങ്ങളെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കും. കർത്താവേ സ്തോത്രം. ഈ വചനത്തെ ദൈവത്തിലേൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കും അവൻ പുറത്ത് കേൾക്കുന്നവർക്കും അവൻ ഈ ചാനൽ വഴി കേൾക്കുന്നവർക്കും അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ. സത്യം അറിയും, സത്യം അവരെ സ്വന്തമാക്കും. ആത്മാവിന്റെ കണ്ണുകൾ അവർക്ക് തുറക്കപ്പെടട്ടെ. അനേകർക്ക് ആത്മാവിന്റെ കണ്ണ് തുറക്കാറുണ്ട്. അവർ ഈ മെസ്സേജ് മുഖാന്തരം പല ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇന്നും ദൈവസ്ഥലത്ത് പാരമ്പര്യം കിടക്കുന്നു. ആ പാരമ്പര്യത്തെ ദൈവാത്മാവ് പൊട്ടിക്കുവാൻ ദൈവത്തിന്റെ ആത്മശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്കായി സ്തോത്രം. അവരെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രേശ്വരൻ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ അകമായ മനുഷ്യനും പുറമായ മനുഷ്യനും അവിടെ പ്രശ്നം. അകമായ മനുഷ്യനുമുണ്ട്, പുറമായ മനുഷ്യനുണ്ട്. അകമായ മനുഷ്യനില് ക്രിസ്തു ഇരിക്കും. പുറമായ മനുഷ്യൻ പ്രാണൻ, അവൻ ആദാമിൽ കൂടെ വന്ന് ജീവൻ ഇരിക്കും. ആദാമിന്റെ പ്രവൃത്തിയില്ല ചെയ്യാൻ ദൈവം വന്നത്, അകത്തെ മനുഷ്യന്റെ പ്രവൃത്തി ചെയ്യാൻ വന്നത്. അകത്തെ മനുഷ്യൻ ആണ് ഇവിടെ വലുത്. പുറമേ മനുഷ്യൻ അവിടെ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് പുറമായ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. പുറമായ മനുഷ്യന്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുന്നത് പുറമായ മനുഷ്യനല്ല, അകമായ മനുഷ്യൻ. പുറത്തിന്റെ പ്രവൃത്തി അവൻ അകമായ മനുഷ്യൽ കൂടെ അഴിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവൃത്തി അകമായ മനുഷ്യൽ കൂടെ വെളിപ്പെട്ട് പുറമായിരിക്കുന്ന ബോഡിയിലേക്ക് ഒന്ന് അവസാനിക്കണം. പക്ഷെ ഇന്ന് അങ്ങനെ അവസാനിക്കുന്നില്ല. അകമായ മനുഷ്യരെ ചിന്തിക്കാതെ പുറമായ മനുഷ്യരെ ചിന്തിക്കുന്നു. പുറത്തുള്ളതിനെ നോക്കുന്നു, പുറത്തുള്ളതിനെ നടക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ നല്ല ആർക്കറിയാലോ, എല്ലാവർക്കും നല്ല ടിപ്ചാപ്പും എല്ലാം എങ്ങനെയുള്ളവര് വണ്ണവും ബലവും എങ്ങനെ ശക്തിയും ഉള്ളതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രീസലോ, പൗലോസ് ഒന്നുമില്ലാത്തല്ല, ഭയങ്കര പണക്കാരനാ. പക്ഷെ ലാസ്റ്റില് അവൻ കൂടാരത്തൊഴിൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒന്നുമില്ലാത്തവനെ, ഉണ്ടായവനെ ഒന്നുമില്ലാത്തവനെ കൊണ്ട് ദൈവം വലിയവനാക്കി. ഇന്നിരിക്കുന്ന സഭകൾ എങ്ങനെ ഇരിക്കുന്നു? വലുതായിട്ട് അവർ ചിന്തിക്കാറുണ്ട്, വലുതായിട്ട് നോക്കാറുണ്ട്. അവൻ അകമായ മനുഷ്യരിൽ നോക്കാതെ അവർ പുറമായ അവർ ചിന്തിക്കാറുണ്ട്. 2 കാറും, ഒരു ബുള്ളറ്റ്, 2 സ്കൂട്ടി, ഒരു മൊബൈൽ പോയിട്ട് ഒരു ലാപ്ടോപ്പ്, ബൈബിളും കൊണ്ടൊരു വലിയ ലാപ്ടോപ്പ് കൊണ്ടുവരും. ഇതാണ് ആ പുറമേ ഉള്ള ചിന്തകളെ ജനങ്ങളുടെ മുമ്പിൽ ആ പുറമേ ഉള്ള സ്റ്റൈലെ കാണിക്കുന്നു. നമ്മൾ ആത്മീകം നോക്കുമ്പോ പഴയ ഏർപ്പാട്ടിനകത്ത് ഉള്ളിലും ദൈവമല്ല, പുറത്തിലും ദൈവമില്ല. ദൈവത്തിന്റെ ശബ്ദം മാത്രം അവർ കേൾക്കും. ആ ശബ്ദം അനുസരിച്ച് അവർ നടക്കും. അവിടെ പ്രവാചകന്മാര് പഴയ ഏർപ്പാട്ടിനകത്ത് കുറവാ. എവിടെ? ആ ഉൽപ്പത്തി പുസ്തകത്തില് പ്രവാചകന്മാര് കുറവാ. അബ്രഹാം ഒരു പ്രവാചകനാ, അവൻ യാക്കോബ് ഒരു പ്രവാചകനാ. ഈ പ്രവാചകന്റെ അടുത്ത് അവൻ ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ പറ്റുക, ഇവരെ കുടുംബകാലത്തുള്ള പ്രവൃത്തിയാണ് അവൻ പ്രവാചകന്മാര് ചെയ്തത്, പുറത്തുള്ള പ്രവൃത്തി ചെയ്തില്ല. മനസ്സിലാക്കണമേ. അരാമിനായിരിക്കുന്ന ദേശാന്തരിയായിരുന്ന അരാമിനായിരിക്കുന്ന അബ്രഹാം. അപ്പൊ മനസ്സിലാക്കണമേ, അവന്റെ സന്തതി വന്നാരാ? ഒരു വ്യക്തിയാ, യാക്കോബ. അവര് കുടുംബകലത്തുള്ള പ്രവചനം തന്നെ അവർ പറയുന്നു, പുറത്തു പറയുന്നില്ല. അവർക്ക് ദൈവം ഡയറക്റ്റ് ആ ഒരു ശബ്ദം കൊടുക്കും. ആ ശബ്ദം കൊടുക്കുക ലാബാന്റെ വീട്ടിൽ. അവൻ അപ്പന്റെ ഭവനത്തിന് ലാബാന്റെ ഭവനത്തിലേക്ക് പോയി യാക്കോബ്. അവൻ ആ സഹോദരനെ പറ്റിച്ചിട്ടാണ് പോക്ക്. അവിടെ പോകുമ്പോ ബെത്തേൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അവൻ രാത്രി പാർക്കുമ്പോ ദൈവദൂതന്മാർ ഏറി ഇറങ്ങും. അവൻ ദൈവദൂതന്മാർ ഇവനൊരു കല്ലെടുത്ത് രാവിച്ച് അവളെ കിടന്നിട്ട് ദർശനം കാണും. കണ്ടിട്ട് അവൻ പറയോ, ഞാൻ മടങ്ങി വരും, ഈ സ്ഥലത്തിലേക്ക് മടങ്ങി, ഈ സ്ഥലത്ത് ദൈവമുണ്ട്. അവൻ ലൂസ് എന്ന പട്ടണത്തെ ബത്തേലാക്കിയിട്ട് അമ്മായിയച്ഛന്റെ ഭവനത്തിലെ പോയി. അവൻ പുറമായ മനുഷ്യൻ അമ്മായിയച്ഛന്റെ ഭവനത്തിലാണ് കിടക്കുന്നത്. അവനകത്തുനിന്ന് മടങ്ങി വരുന്ന ഒരു കാലമുണ്ട്. 20 വർഷം സേവ ചെയ്തിട്ടാ വരുന്നത്. വരുന്ന വഴിക്ക ഇവിടെ
പുറമായ മനുഷ്യന് അവൻ വെളിപ്പെടുത്തുന്ന ദൈവം ആ പുറമായ മനുഷ്യൻ വലിയ വലത്ത് മകൾക്ക് വേണ്ടി ഒരു പ്രശ്നം വന്നു. ലേവി യഹൂദൻ അവിടെ എല്ലാം തല്ലി തകർത്തു. അവിടെ നിന്ന് അവർക്കൊരു ഗാഢവ്യക്തത കൊടുത്തു. അവിടെ നിന്ന് ഒരു തപ്പി വരുവാൻ ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ പ്രത്യക്ഷപ്പെട്ട് ബത്തേലിലേക്ക് പോകാൻ പറഞ്ഞു. ബത്തേലിലേക്ക് പോകാൻ പറഞ്ഞാൽ ആരാധിക്കുന്ന സ്ഥലം. ആരാധിക്കുന്ന സ്ഥലത്തില് എന്തുണ്ടാവണം? ശരീരത്തിൽ പരിശുദ്ധമുണ്ടാകണം, അകത്ത് പരിശുദ്ധമുണ്ടാകണം, പുറത്തിനും പരിശുദ്ധമാകണം. അവൻ അകത്തെ മനുഷ്യരിൽ കൂടെ അവൻ പഴയ ഏർപ്പാട്ട് അത് പരിശുദ്ധമാക്കുന്നത്. അപ്പൊ പുതിയ ഏർപ്പാട് നിങ്ങൾ എങ്ങനെ നോക്കിയേ? പഴയ ഏർപ്പാട്ടിൽ ഒരു വ്യക്തി ദൈവം പറയുന്നു, നിങ്ങളെ പുറമായുള്ള അവൻ നിന്റെ ഭാര്യമാര് കഴുത്തിലും കാതിലും കിടക്കുന്നത് എന്തെന്ന് അന്യ ദൈവങ്ങളെ മാറ്റിക്കളയാൻ പറയുന്നു. ഇത് മാറ്റിയാല് ബത്തേലിൽ നിനക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റും. ഇത് മാറ്റാത്തോടെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ പുറമായ മനുഷ്യന് അവൻ ദൈവം വസിക്കാത്ത ഒരു ശരീരത്തില് ദൈവം ഡയറക്റ്റാ പറയുന്നു, നീ പുറമാറ്റുള്ളതെല്ലാം അവൻ നിന്റെ ഭാര്യമാരെ കഴുത്തി കിടക്കുന്നതും കാതിൽ കിടന്നതും കയ്യിൽ കിടക്കും എല്ലാം ആരിയെടുത്ത് അവൻ എവിടെ കരിവേല മുട്ടിൽ കുഴിച്ചിടാൻ പറഞ്ഞു. കരിവേൽ എന്ന് പറഞ്ഞ് കുഴിച്ചിടപ്പെട്ട സ്ഥലം അറിയാമോ? അവൻ പഴയ ഏർപ്പാട്ടിലെ കരിവേലിന്റെ കീഴിലാണ് അന്യദേവന്മാരെ ആരാധിച്ചത്. അതുകൊണ്ട് ഇത് അന്യദേവൻ കരിവേലത്തിന്റെ കീഴെ കിടക്കട്ടെ. നിങ്ങൾ പഴയ പാട്ട് വായിച്ചറിയാം. അവിടെ ഇട്ടിട്ട് നിന്നെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞു. അവൻ ആരാധിക്കാൻ വരുന്നവര് വിശുദ്ധീകരണത്തോട് വരണം. അവൻ ഞാൻ ഒരിടത്ത് പറഞ്ഞതല്ലേ, ഒരു ഫാസ്റ്റെടുത്ത് പറഞ്ഞല്ലേ, അവൻ പുറമെ അവൻ കഴുത്തിൽ കിടക്കുന്നതും അന്യദേവന്റെ സിംബലും അകത്ത് ക്രിസ്തുവുമാ. അവൻ ഒന്നും രണ്ടാക്കാൻ പറ്റുകയില്ല. അവൻ ഒന്നാക്കാൻ പറ്റുമോ? അകത്തുള്ള പുറത്തുള്ള വിശുദ്ധീകരിക്കണമെങ്കിൽ അവകാശം പറഞ്ഞ ചില വാദങ്ങൾ വരും. അവകാശം വരാതിരിക്കാനാണ് യാക്കോബിന്റെ അടുത്ത് പറഞ്ഞത്. പുറമേ ഉള്ള മനുഷ്യന് എന്ത് ചെയ്താലും ഇഷ്ടപ്പെടും, പക്ഷെ അകമായുള്ള മനുഷ്യന് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ അലങ്കരിക്കുന്നത് നമ്മളെ കാണാനല്ല അലങ്കരിക്കുന്നത്, പിന്നെ ആരെ കാണാനോ? അടുത്തവരെ കാണാൻ അലങ്കരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തവരെ കാണാതെ നമ്മൾ അലങ്കരിക്കുന്നത്. ഇന്നിരിക്കുന്ന വസ്ത്രധാരണ കഴിയില്ല. അവൻ ദൈവസഭയിനകത്ത് ഷാളില്ലാതെ വരുന്ന സഹോദരിമാരെ നടക്കുന്നു, ഐബ്ര ചെയ്തുകൊണ്ട് വരുന്ന സഹോദരിമാരെ നടക്കുന്നു. പുറമായ പാസ്റ്റർമാരെ തട്ടിക്കേൾക്കുന്നില്ല, എല്ലാവരും പിടിച്ച് നിർത്തി വിടണം അവിടെ. അവൻ അതുകൊണ്ട് തട്ടിക്കേൾക്കുന്നില്ല. എങ്ങനെയും വരാം, എങ്ങനെയും പോവാം, ഏത് വിധത്തിൽ നടക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള കാലമാ. അവർ സഹോദരന്മാർ ഇങ്ങനെ റൗണ്ട് അടിക്കുക. നമ്മളെ ഒരുപാട് പറഞ്ഞു റൗണ്ട് അടിക്കുന്നത്. നമ്മൾ പറഞ്ഞ കണ്ട വിശ്വാസം പറഞ്ഞു, ദൈവം നമ്മോട് കണക്കേശല്ല. അപ്പോ മനസ്സിലാക്കണേ, അകത്തെ മനുഷ്യന്റെ പ്രവൃത്തിയായ ദൈവം വെളിപ്പെടുമ്പോ പുറമായ മനുഷ്യൻ ക്ഷയിച്ചു പോകണം. പക്ഷെ ഇന്ന് അകത്തെ മനുഷ്യന്റെ ശക്തി വെളിപ്പെടുന്നില്ല, പുറമായ മനുഷ്യന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള അലങ്കാരമാണ് വെളിപ്പെടുത്തുന്നത്. അകമായുള്ളത് വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കണമേ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ത്യയിലകത്ത് പുറമായിട്ടുള്ളതിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലകത്താണ് ഇസ്രായേലിന്റെ ശക്തികൾ അറിയണം. ഇന്ത്യയിലകത്താണ് ഇതിന് ഈ സാധനം ഈ കാതിലും കയ്യിൽ കിടക്കുന്ന ഭയങ്കര ദിവ്യാഗ്രഹമുള്ള ഇന്ത്യയിലകത്ത. വെസ്റ്റേൺ കൺട്രിയിൽ കിടക്കുന്നത് എന്തെന്നറിയാമോ? അവർ കാതിനകത്ത് കെട്ടിക്കുന്ന കൂടുതൽ ഇട്ടിക്കുന്നത് അറിയാമോ? അവർ ഗോൾഡിൽ ഇട്ടിക്കുന്നത് മുത്തുപോലുള്ള സാധനമുണ്ട്, വൈരം, അതായിട്ടിരിക്കുന്നത്. അതിൽ ദേവന്മാരെ സിമ്പിൾ ഒന്നുമില്ല. ഇന്ത്യയിൽ കിടക്കുന്ന എല്ലാ ഇന്ത്യയിലേക്ക് ദൈവസഭയിൽ നടക്കുന്ന അനേക കാതുകൾ അവർ പിടിച്ചു നോക്കി. അവൻ സിമ്പിൾ വരും, അവൻ കൈന്ത ദേവന്റെ സിമ്പിൾ വരും. അവര് കുറ്റം പറയും, നിങ്ങളെല്ലാരും അവരെ കുറ്റം പറയും. കണ്ടാ നോക്കല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ സിമ്പിൾ വച്ചിട്ടില്ലേ അവരെ കുറ്റം പറയുന്നത്? ഹല്ലേലൂയ. അവരെ നമ്മളെ കാതിലിട്ടിട്ടാണ് നമ്മൾ അടുത്തവരെ കുറ്റം പറയുന്നത്. നമ്മളെ കാതിൽ നിന്ന് മാറ്റി വെച്ചത് നമുക്ക് കുറ്റം പറയാം. അപ്പോ മനസ്സിലാക്കണമേ, നമ്മൾ ആദ്യം ഉളപ്പെടുന്നില്ല, ആ പാരമ്പര്യം അതിനകത്ത് കയറി വരുന്നു. പാരമ്പര്യം കിടക്കുന്നു, പുറമായ മനുഷ്യന്റെ പാരമ്പര്യം. അവൻ സഭയ്ക്കകത്ത് കിടക്കുന്നു, കുടുംബത്തിനകത്ത് കിടക്കുന്നു, 28 കെട്ടുന്നു. അവൻ 28 ദേവന്മാരെ പൂജിച്ച് അവൻ കരുനൂലെടുത്ത് കെട്ടുന്നു. അവര് പറയുന്നു അവൻ ഇടിവായിരിക്കാൻ സഭയിനകത്ത്, IPC-നകത്ത്, അവൻ ഏജിനകത്ത്, എല്ലാ സഭയിനകത്ത് ഇടുമ്പോഴത്ത് കരുനൂല് കിടക്കുക. ഞാൻ ചോദിച്ചു, അതെന്തായിട്ട് എളിതായിരിക്കാൻ. അവൻ ഇവിടെ അടുത്ത് ഈ മലയടിപ്പട്ട് മൂട്ടെടുത്ത് IPC വളരെ സഹോദരൻ ചോദിച്ചു, എന്തിനാ മകളാ നിങ്ങൾ ഇടുന്നത്? അത് ഞങ്ങൾ മാത്രം ഇടുന്നത്, എന്റെ വീട്ടിനടുത്തുള്ള പാസ്റ്ററിന്റെ മോനെ കെട്ടിയിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരുനൂലാ കെട്ടിയിരിക്കുന്ന, കരുനൂൽ ആർക്കുള്ളത് നിങ്ങൾ പലയിടത്തും ചോദിച്ചു നോക്കും, പറഞ്ഞു തരും.
അവൻ അവരോട് എളിതായിരിക്കാൻ ദൈവം സൃഷ്ടിച്ച ജനത്തിന് വേണ്ടി, ദൈവം ഉണ്ടാക്കിയ ജനത്തിന് എളിതായുമോ? ഞങ്ങളൊന്നും കെട്ടിയില്ലല്ലോ, പിന്നെ എന്താ തേഞ്ഞില്ല? കെട്ടിയോ? ഇല്ലല്ല. നിങ്ങൾ പണ്ടത്തെ കൃപാസനക്കാർ, അവര് കെട്ടൂല, അറുത്ത് കളയുന്നവരാ. ഇല്ല, ആര് ഒരു ഒന്നുപോലെ ഇടൂല. ഇന്നും അതിനകത്ത് നിറയെ ജനങ്ങളായിരുന്നു. അവൻ ഇടുന്നവർക്ക് അവിടെ സ്നാനമില്ല, തിരുവത്താളമില്ല. ഞാൻ ഇടുന്നതിന് ഒരിക്കലും കുറ്റം പറയില്ല. എപ്പോൾ ആവശ്യമില്ല വരുമ്പോ തട്ടിക്കാത്തി എറിഞ്ഞോണ്ടും. ദൈവം പ്രസാദിക്കണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ അത് തട്ടിക്കളഞ്ഞ് എറിഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണം. അവൻ ദൈവം നിങ്ങളെ വിളിച്ചത് ഈ ലോകത്തിൽ നടപ്പാനല്ല വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ്. അവൻ ക്രൂശിൽ കയറിയത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് എന്താണെന്ന് ചിന്തിച്ച് നടക്കുവാൻ. അവൻ ദൈവത്തോട് വിചാരിച്ചാൽ ദൈവം ധനവും മാനവും തരും. എന്നാലും അനേകർ ടീച്ചിങ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ സ്വർണവും അവൻ സ്വർണ്ണ പടികള് അവൻ ഇങ്ങനെ മുത്തുകൾ അലങ്കരിച്ച തെരുവീതികളുണ്ട്. അവിടെ അതിരിക്കുമ്പോൾ ഞങ്ങൾക്കിട്ട എന്താണെന്ന് ചോദിക്കുന്നു. അവൻ ബൈബിൾ പറയുന്നു, അവൻ പെത്രോസ് പറയുന്നു, മൂന്നാമത്തേത് പറയുന്നു, അവൻ എന്താ പുറമേ ഉള്ള അലങ്കാരം കൊണ്ടല്ല, അവൻ അഴിഞ്ഞു പോകുന്ന പുറമേയുള്ള അലങ്കാരം കൊണ്ടല്ല, ആ അലങ്കാരമില്ല, അകത്തേമുള്ള വെളിപ്പെടുന്ന ഒരു ഗൂഢ മനുഷ്യനെ ധരിക്കാൻ പറയുന്നു. അവൻ ആ ഗൂഢ മനുഷ്യനാണ് അവിടെ വെളിപ്പെടുന്നത്. പക്ഷെ ഇന്ന് വെളിപ്പെടുന്നത് ഗൂഢമനുഷ്യനല്ല, സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണ സ്വന്താധികാരത്തിനൊത്തോട്ട് അവൻ ആത്മാവിന്റെ ചിന്ത മറച്ച്, അവൻ അകത്തേ മനുഷ്യനെ ചിന്ത മറച്ച് അവൻ പുറമായ മനുഷ്യനെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്, അകത്തെ മനുഷ്യനാണ് വലുത്, പുറമായുള്ളവൻ അവൻ. ഈ ചരിത്രത്തിരിക്കുന്ന ഈ പുറമേയുള്ള മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ 3 പോയിന്റാ. അവൻ ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറഞ്ഞുതരാം. ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുള്ളായിരിക്കുന്നു. അവൻ ദേഹി എന്ന് പറഞ്ഞാൽ എന്റെ ഫുള്ള് മനുഷ്യരൂപം ഇല്ലാതെ അവൻ ജീവന്റെ ആത്മാ പ്രാണന്റെ രൂപമാണ് വരുന്നത്. ആ പ്രാണന്റെ രൂപം മാറിയിട്ട് അവൻ ആത്മാവ് ആവി മനുഷ്യനാവുന്നു. അവനൊരു ആവി മനുഷ്യനാ. അവന്റെ നമ്മൾ ഇന്ന് കാണുന്ന ശരീരമല്ല ആവി മനുഷ്യൻ, വേറെ വ്യത്യാസമുള്ള മനുഷ്യനാ. അതാണ് ആവി മനുഷ്യൻ എന്ന് പറയുന്നത്. അത് ദൈവരൂപത്തിന്റെ മനുഷ്യനാ. അപ്പൊ മനസ്സിലാക്കണത്, നമ്മൾ ചിന്തിക്കുന്നവരെയാ. അപ്പൊ നമ്മൾ 3 ശരീരമാണ് നമ്മളെ ശരീരത്തിൽ വാസിക്കുന്നത്. ഒന്ന് പുറമായ മനുഷ്യൻ, 2 ദേഹം, അവൻ 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ഇതിൽ ആത്മാവാണ് യഥാർത്ഥ പ്രവൃത്തി ചെയ്യുന്നത്. അവൻ ഈ രണ്ടുമുണ്ടല്ലോ, ദേഹിയും പുറമായ മനുഷ്യന് നമ്മളെ പിടിച്ചു കളയും അവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കിയ നിങ്ങള്, പുറമായ മനുഷ്യന്റെ വേഷത്തിൽ നമ്മൾ നടക്കുള്ളത് അകമായ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണം. അകമായ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, ഞാനിന്ന് രാത്രി പറയട്ടെ, അവൻ നമ്മളെല്ലാം ഇങ്ങനെയാ. പുറത്തുള്ളവരെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പുറത്തുള്ളവരെ കണ്ടോണ്ടിരിക്കും. നമ്മൾ മനുഷ്യൻ അവൻ ഹവ്വ കണ്ടത് പുറമായ മനുഷ്യനല്ല കണ്ടത്, ആദ്യം അകമായ മനുഷ്യനാ കണ്ടത്. അവൻ അകമായ മനുഷ്യനായി ഇറങ്ങി വന്നത് ഹവ്വ കണ്ടത്. അവൻ ലാസ്റ്റിലെന്തോ ആ പഴയത് പറഞ്ഞത് കേട്ടാണ്ട് ആ ശാപം വന്നിറങ്ങിയപ്പോ ആ വിത്ത് നമ്മളിലേക്ക് വെളിപ്പെട്ടു. അവൻ സ്നാവയോഹന സർപ്പസന്തതികളെ എന്ന് പറയുന്നു. ഹൈന്ദവേദകന്റെ സഹോദരന്മാർ ചോദിച്ചാൽ പറഞ്ഞേര്, അവൻ സർപ്പശാപം മാറ്റാനാണ് ഞങ്ങൾ സർപ്പത്തെ വണങ്ങുന്നത്. യേശുവാണ് സർപ്പത്തിന്റെ ശാപം മാറ്റം വന്നത്. ആ അവൻ ദേഹം ദേഹി ആത്മാവിൽ കിടക്കുന്ന മനുഷ്യാത്മാവ് ഉള്ളിലിരിപ്പുണ്ട്. ഈ മനുഷ്യാത്മാവിനെ മാറ്റി അവൻ ദേഹിയിലേക്ക് വിട്ടിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അതാ അകത്തെ മനുഷ്യനായ ക്രിസ്തു. ആ അകത്തെ മനുഷ്യനിലാണ് നമ്മൾ നടക്കുന്നത്. ബാക്കി ഇങ്ങനത്തെ ക്രിസ്തുവോട് ചേർന്ന് നടക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്തുവോട് ചേർന്ന് നടക്കുമ്പോൾ യഥാർത്ഥ ആത്മീകരാകുന്നത്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാം, ഒരു സഹോദരനുണ്ട് ഫ്രാങ്ക്, എല്ലാവർക്കും അറിയാം. ഇവിടെ ആരാണെന്നപ്പം ദൈവാസം പറഞ്ഞു, എന്റെ സഹോദരി പറഞ്ഞു, ഇതൊക്കെ അടുത്ത് കളയണം കേട്ടോ ഒന്നും കേട്ടില്ല. അന്ന് പോയി നിന്നിട്ട് ഇല്ല, നമ്മളെ ആൾക്കാരല്ലേ ഈ പാസ്റ്റർ പെണ്ണിടുന്നു, അവരില്ലായിരുന്നു. അവൻ മുട്ടിൽമേല് എന്നെ അവർക്ക് അങ്ങനെ പറഞ്ഞ മുട്ടിൽമേല് അവൻ വിശുദ്ധി ഉള്ളവർ കൈവച്ചപ്പോ ആത്മാവിന്റെ ശക്തി നിൽക്കാൻ പറ്റൂല. അവൻ കുട്ടുമേലൊരു പ്രാർത്ഥന രാത്രി മൊത്തം അവൻ ഇന്ന് എനിക്കൊരു പ്രൈസ്ലെറ്റ് വേണമെന്ന് ഭയങ്കര പ്രാർത്ഥനയാ. കുറച്ചു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടുവന്നു.
കുറച്ചു ദിവസം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോ എന്തെന്നറിയാമോ? സ്വർഗം ഇങ്ങനെ തുറന്നു. ഒരു കൂട്ടം വെള്ളവസ്ത്രധാരികള് കയ്യിലും കാലിലും കഴുത്തില്ല ക്രിസ്തുവിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഭയങ്കര പ്രാശം. ഈ കണ്ട ആള് എവിടെ ഇരിക്കുന്നറിയാമോ? ഏറ്റവും ദൂരെ ഇരിപ്പുണ്ട്. ദൂരെ ഇരിക്കുന്ന ദൂരെ എന്തിനാ ഇരിക്കുന്നറിയാമോ? വെള്ളവസ്ത്രമല്ല അവരിട്ടിക്കുന്ന. പുള്ളിക്കാരൻ പ്രസംഗിക്കാൻ പോകുമ്പോ കളറില്ല, കൂടുതൽ വെള്ളയും കളറിട്ടതാണ്. ആ വെള്ളയാ ധരിച്ചിരിക്കുന്നത്, വെള്ളയും കൂടുതൽ ധരിക്കും. ആ വെള്ള വസ്ത്രം ഇട്ടിക്കുന്ന ആള് അവൻ ജയിക്കുന്നവൻ എന്നോടുകൂടെ വെള്ള വസ്ത്രം ധരിച്ചു നടക്കും. ഇവൻ എന്ത് ചെയ്യുന്നത് സഹോദരനെതിരെയാ? അവരൊരു കാഴ്ച കണ്ടപ്പോ ദൂരെ ഇരിക്കുന്നു. അവിടെ ഉരുപ്പടിയിടാത്തവര് ദൈവത്തിന്റെ മുമ്പിൽ ഭയങ്കര സാന്നിധ്യം, ദൈവിക സാന്നിധ്യം, ദൈവിക മഹിമ കൊണ്ട് മൂടിയിരിക്കുന്നവര് കണ്ണു തുറന്നപ്പോ തിരിച്ചറിവുണ്ടായി സഹോദരന്. ആ രാത്രി അവന്റെ കഴുത്തിൽ കിടന്ന മോതിരത്തെ ഊരി വെച്ചു. ആ രാത്രി ഊരി വെച്ചിട്ടാണ് സകലത്തെയും അന്ന് രാത്രി ഊരി വെച്ചിട്ട് പറഞ്ഞു, ഇത് എനിക്ക് ക്രിസ്തുവിന്റെ മുൻപന്തി ആവശ്യം, എനിക്ക് രണ്ട് ബാക്കിലൊന്നും ആവശ്യമില്ല. ബാക്കിലൊന്നും ആവശ്യമില്ല. അന്ന് അവസാനിച്ചു. അതാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു. വായിക്കാം വിശുദ്ധ വേദപുസ്തകത്തിൽ എഫേസ്യർ 3:20 പറയുന്നു, അവൻ നിങ്ങൾ നിനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അത്യന്തമായി നമ്മളിൽ വ്യാപരിച്ച ആത്മാവിൽ കഴിയ എന്ന് പറഞ്ഞാൽ ആ സഹോദരന്റെ ഉള്ളിൽ വ്യാപിച്ച ആത്മാവ് സ്വർഗീയ ദർശനത്തെ കാണിച്ചു. ഇതാ മനസ്സിലാക്കാൻ. ആ സഹോദരന്റെ ഉള്ളിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗരാജ്യത്തെ കാണിച്ചു കൊടുത്തു. എങ്ങനെ കാണിച്ചു കൊടുത്തു? നീ ചോദിച്ചത് ഇതാ, നിനക്ക് കാണുന്നില്ല. അത് നമ്മളിൽ വസിക്കുന്ന, നിങ്ങൾ ചോദിക്കുന്നതിലും നിനക്കുന്നതിൽ അപ്പുറമായി വ്യാപരിക്കുന്ന നമ്മുടെ ആത്മാവ്, ദൈവം തന്ന ആത്മാവ്. ഈ ആത്മാവ് തുറക്കപ്പെട്ടതാണ് രഹസ്യങ്ങളെ കണ്ടത്. അപ്പൊ മനസ്സിലാക്കുന്നത് സഭ ഇരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? അവൻ ആത്മീയോളമില്ലാതെ, സഭ ഇരിക്കുന്നത് ആത്മീയോളമില്ലാതെ അവൻ മാംസചിന്തയിലേക്ക് നടക്കുന്നു. ഞാൻ ജഡമയൻ. ബൈബിൾ പറയുന്നു, അവൻ റോമലേഖനത്തില് ഞാൻ ജഡമയൻ. ആ ജഡത്തിന്റെ പ്രവൃത്തി മാറ്റാൻ യേശു വന്നു. പക്ഷേ ഇന്നാരും ആ ജഡത്തിന്റെ പ്രവൃത്തി മാറ്റുന്നില്ല. ജഡത്തിന്റെ ഇഷ്ടം തന്നെ ചെയ്ത് നടക്കുന്നു. ആത്മീയൻ എന്ന് പറഞ്ഞാലും പുറമെ ജഡത്തിന്റെ പ്രവൃത്തിയാ വരുന്നത്. ആത്മീയമുള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ആത്മീയമുള്ളിടത്ത് ആവി മനുഷ്യൻ അവർ പോകും. അവൻ നിക്കോദോമസ് പറഞ്ഞറിയാമോ? അവൻ എന്നിൽ ജനിക്കുന്നവൻ കാറ്റ് പോകുന്നവനാണ്. ഹല്ലേലൂയ. കുമാരദാസ് പാസ്റ്റർക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ എനിക്കൊരു ദർശനം വന്നു. കഴുത്തിൽ ചരളപ്പുഴയുള്ള ഒരു വലിയ വാഴ കിടപ്പുണ്ട്. അവൻ അദ്ദേഹം ഇട്ടിട്ടില്ല. അദ്ദേഹം ഇട്ടിട്ടില്ല. അതെന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ കൃപാവരം. റബാക്കയ്ക്ക് അവൻ വരിക വാക്തത്വ സന്തതിയ ഇസ്ഹാക്ക് റബാക്കയ്ക്ക് വേണ്ടി വരുമ്പോ അവൻ എന്നറിയാമോ? ചരിത്രങ്ങൾ പറയുന്നു, വേദ പണ്ഡിതന്മാർ പറയുന്നു, അവൻ കൊടുത്ത വളയും അവൻ മോതിരവും മാലയും കൃപാവരങ്ങളെ കുറിക്കുന്നു. പഴയ ഏർപ്പാട്ടിന്റെ കൃപാവരങ്ങളെ കുറിക്കുന്നു എന്ന് പറയും ചരിത്രവേദ. അത് വാക്തത്വത്തിൽ വെളിപ്പെടുന്നവരാണെന്ന്. അവൻ നമുക്ക് വാക്തത്വമുള്ളവരല്ല, അവര് വാക്തത്വമുള്ളവരാ. നമ്മൾ യേശു അല്ലാതെ നമുക്ക് വാക്തത്വം ഉണ്ടാവും. ആ യേശുവിനെ വെളിപ്പെട്ടവരാ നമ്മള്. അപ്പൊ പുതിയ നിയമ ഇസ്രായേലിയരായിരിക്കും നമുക്ക്. ഈ വാക്തത്വമാ വലുത്, ആ ദൈവത്തോടുള്ള വാക്തത്വം. ഇന്ന് രാത്രി മനസ്സിലാക്കി, നമ്മൾ ഇരിക്കുന്നത് ക്രിസ്തുവിലാണെന്നൊരു ബോധ്യം ഉണ്ടാകണം. അവൻ ക്രിസ്തുവിന്റെ ആത്മാവ് ഞങ്ങളെ വിട്ട് മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്തോളം അവൻ നിങ്ങൾ ബലം പ്രാപിക്കാൻ പറ്റും. അവനക്ക് മനസ്സിലാക്കാം, സിംസോനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പുറമായ മനുഷ്യനിൽ ഇറങ്ങി വന്നത്. അവൻ അകമായ മനുഷ്യനിൽ ഇറങ്ങിയില്ല. അവൻ അകമായ മനുഷ്യനല്ല. ദൈവത്തിന്റെ ആത്മാവ് അവൻ അകമായ മനുഷ്യൻ, ദൈവ ക്രിസ്തു അവനുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങും. പക്ഷെ അവനിൽ ഇറങ്ങിയത് പുറമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന് പുറത്തിലാ ബലം, അകത്തിൽ ബലമില്ല. അവന് അകത്ത് ബലമില്ല, അവൻ പുറത്തിന് ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അകലപ്പെട്ടവര്, നമ്മളെ ഉള്ളിൽ ആത്മാവ് അകത്താ ഇറങ്ങിയത്, അകത്തെ മനുഷ്യൻ. അപ്പോൾ നമ്മളെ ഉള്ളിൽ എങ്ങനെ ബലം? അകത്താ ബലം.
അവനൊരു സഹോദരിയെ പറയാ, ഞാൻ പലപ്പോഴും പറയില്ലേ, അവൻ മേരി കൊണ്ടുവരുത്ത് 85 വയസ്സായാലും 85 വയസ്സായാലും അവൻ കസാരയിൽ തൂക്കിക്കൊണ്ടാ വരുന്നത്. അവൻ പ്രസംഗിക്കാൻ കസാരയിൽ പ്രസംഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോ എഴുച്ചിന്ന് പ്രസംഗിക്കും. എഴുച്ചിന്ന് തൂക്കിക്കൊണ്ട 4 പേര് തൂക്കിക്കൊണ്ടെന്നാണ് എഴുച്ചിന്ന് പ്രസംഗിക്കുക. രോഗി വരുമ്പോ ബൈബിൾ എടുത്ത് നെഞ്ചിലടി, ക്യാൻസർ നെഞ്ചിലടി, ആ ക്യാൻസർ അവിടെ ഹീലിംഗ് ആവും. അവൻ പ്രസംഗിച്ചിട്ട് 5 മിനിറ്റ് ആകുമ്പോ അവിടെ ഇരിക്കും. എന്നാൽ അകത്തെ മനുഷ്യന്റെ ശക്തി വ്യാപരിച്ചാൽ അവൻ എല്ലാം വലുതാ. അതാണ് യേശു പറഞ്ഞത്, അവൻ ഞാൻ എന്റെ പിതാവിനും നിങ്ങളിലും ഞാൻ നിങ്ങളിലും. അവൻ യോഹന്നാൻ 14:20. അപ്പൊ മനസ്സിലാക്കണേ. അപ്പോ ഞാൻ യേശുവിലും യേശു എന്നിലുമാകുമ്പോ അപ്പോ യേശു പിതാവില. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ആരിലിരിക്കുന്നു? യേശു പിതാവിലായിരിക്കുന്നത്. അപ്പൊ പിതാവിലിരിക്കും നമ്മള്. അപ്പൊ നമ്മൾ എവിടെ നടക്കുന്നു? ഈ ലോകത്തിന്റെ അണിഞ്ഞൊരുങ്ങുന്നതിലാണ് നടക്കുന്നത്. ഇല്ല, നമ്മൾ ദൈവരാജ്യത്തിൽ കൂടെ നമ്മൾ ആത്മാവ് നടക്കുന്നു. അതാണ് പത്രോസ് പറയുന്നു, അവൻ മുന്നോടികളിൽ പാരമ്പര്യമായ പണ്ടത്തെ കാലത്തിൽ അഴിഞ്ഞു പോകുന്ന അവൻ വെള്ളിയും പൊന്നും കൊണ്ടില്ല നിങ്ങൾ വീണ്ടെടുത്തത് ക്രിസ്തുവെന്നും വിലയേറിയപ്പെട്ട രക്തത്താൽ നിങ്ങൾ അവൻ വീണ്ടെടുത്തു. അതാ മനസ്സിലാക്കണം. വിലയേറപ്പെട്ട രക്തം വലുതോ ഈ അഴിഞ്ഞു പോകുന്നത് വലുതോ? ഇത് ഉരുകിപ്പോകുന്ന അറിയാം. അവൻ കാളക്കുട്ടി ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു? മോശ ഇറങ്ങി വന്നു നോക്കി, ഇങ്ങനെ തല്ലി ചതച്ച് കലക്കി ഉണ്ടാക്കിയവർക്ക് കൊടുത്തു കുടിക്കാൻ. പൈസളോ ദൈവം പറഞ്ഞു. അപ്പൊ കാളക്കുട്ടി ആരെ കുടിക്കും? നിങ്ങൾക്ക് മനസ്സിലാകല്ല. അപ്പൊ ആരെ കുടിക്കും? അവൻ നിങ്ങളെ വേർതിരിക്കപ്പെട്ടവരെന്നാ മനസ്സിലാക്കാൻ. അവൻ ഇന്നത്തെ സഭകൾക്ക് വേർപാടില്ല. എങ്ങനെയും വരാൻ എങ്ങനെയും പോകുന്ന ഒരു അനുഭവം. അതില്ല സഭ അവൻ യാക്കോബിലെ ബേത്തേലേക്ക് വിശുദ്ധീകരിക്കാൻ പറഞ്ഞു. അതാ സഭ. ബേത്തേലിന് ആരാധിക്കുന്ന സ്ഥലം. അത് ആരാധിക്കുന്നവരാ. അല്ല, ആരാ ബേത്തേലെന്ന് പറഞ്ഞ? ദൈവദൂതന്മാർ ഇറങ്ങിയ സ്ഥലമാ. അതാ മനസ്സിലാക്കാൻ. ദൈവദൂതന്മാർ ഇറങ്ങ്. ഇതിനകത്ത് എത്ര പ്രാവശ്യം ഞാൻ കണ്ടുണ്ട് ദൈവദൂതന്മാര് ഇതിനകത്തൊരു ഏണി വെച്ച് ഏറി ഇറങ്ങുന്നത്. ഇപ്പൊ മനസ്സിലാക്കണേ. അതാണ് പറയുന്നത്, പുതിയ നിയമത്തിന്റെ ദൈവമക്കൾക്ക് അനേകർക്ക് സ്പിരിച്വൽ ഐസ് തുറന്നിട്ടില്ല. അവൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ആദാമിന്റെയും ഹവ്വയുടെ കണ്ണാ ഒഴിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ആത്മീക കണ്ണുണ്ടെങ്കിൽ അവൻ നമുക്ക് തിരിച്ചറിയുമായിരുന്നു. ഇപ്പോ പുറമായ കണ്ണ് കാണുന്നതാണ്, തിരിച്ചറിയുന്നില്ല. ദൈവിക കണ്ണുകളിൽ പെടുമ്പോ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. കഴിഞ്ഞ ദിവസം റേഷൻ കടയിൽ പോയിക്കുന്നു. ഞാനും പോയി. ഒരു ആന്റി 5-6 കുത്ത് ഇങ്ങനെ തൂക്കി എടുത്തിട്ടിരിക്കുന്നു. അമ്മച്ചി എന്താ പാമ്പടം ഇട്ടിക്കുന്നത്? അപ്പോ ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നു. പറയുന്നറിയാമോ? ഞാൻ പാമ്പടം നമ്മളെ ദേവന്റെ അല്ലേ, ഈ ക്രിസ്ത്യാനിക്ക് എങ്ങനെ ഇടാന്ന്. അപ്പൊ അറിയുന്നവരറിയാമോ? അറിയാം. അവർക്കറിയാം ഇത് ഞങ്ങളെ സാധനം. പൈസലോ അകത്ത് വച്ചിട്ട് പുറമെ വെച്ചിട്ട് എന്റെ അനുഭവത്തിൽ പറയട്ടെ. അവിടുന്ന് പ്രാർത്ഥിക്കാൻ പോയി 5-6 പേര് കൂടിയിരുന്ന് വേലൂർ പട്ടണത്തില് 2005 വേലൂർ പട്ടണത്തിൽ വലതൂരിൽ പ്രാർത്ഥിക്കാം. ഭയങ്കര പ്രാർത്ഥന. പ്രാർത്ഥിച്ചപ്പോ വെളിയിൽ ഒരാൾ കേട്ടോണ്ടെന്നു കാല ഓടി ചവിട്ട് ഡോർ പിളന്നു അകത്തൊന്ന് ആടാൻ തുടങ്ങി. ഇതൊരിക്കലും പ്രാർത്ഥിച്ചാലും പോവില്ല. ഞാൻ പറഞ്ഞു, നിന്റെ കാതിലും കഴുത്തിലും കിടക്കുന്ന അന്യദേവനിട്ടല്ല ഇളക്കി വയ്ക്കാൻ പറഞ്ഞു. അവൾ ഓരോ ഇളക്കി വെച്ചിട്ട് ലാസ്റ്റ് ഇവിടെ വളയല പൊട്ടിച്ചു കളഞ്ഞു. അവൾ വെട്ടൊക്കെ തെറിച്ചു. അത് തെറിച്ചിട്ട് ശാസിച്ചപ്പോ ആള് ഫ്രീ ആയി. അപ്പൊ പുറമേ ഇരിക്കുന്നത് ആൾക്കാർ നോക്കുന്നു, അകത്തെന്തായിരിക്കും നോക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, പുറമേ മനുഷ്യൻ ദൈവത്തോട് ചേരുന്നില്ല, അകമായ മനുഷ്യൻ ചേരുന്നു. അപ്പൊ പുറമേ ഉള്ള മനുഷ്യൻ ഒരു പാസ്റ്ററിങ്ങനെ വിളിച്ചു പറഞ്ഞു. പാസ്റ്ററിയാ എന്റെ ഭാര്യ ഒരു ചെറിയ കമ്മലും ചെറിയ മാല എടുത്തെന്ന് എപ്പോഴും പറയുന്നു. ഞാനൊരു ശുശ്രൂഷകനാ, ഒന്ന് പ്രാർത്ഥിക്കോ?
കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കാൻ. പറഞ്ഞപ്പോ ഒരു കറുപ്പി അടുത്ത് പേരുന്ന് ഒരു ചെറിയ കമ്മലും ചെറിയൊരു മാല ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ആ കറുപ്പി ആരാ? അപ്പൊ മനസ്സിലായോ? അപ്പൊ അപ്പൊ ആർക്കാ അറിയുന്ന? മനസ്സിലായോ? ഇതാ മനസ്സിലാക്കേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ. ഒരു സഹോദരൻ മനസ്സ് പറഞ്ഞു, എന്റെ സഭയുടെ വിശ്വാസി പിന്മാറ്റത്തിലിരിക്കുന്നു. അവൻ ആത്മാവിന്റെ കണ്ണ് തുറക്കാതിരുന്നാൽ നമുക്കൊന്നും അറിയാൻ പറ്റുകയില്ല. പുറമായ മനുഷ്യൻ നമ്മൾ ചിന്തിച്ചു നടക്കുന്നു. ഞാനിത് പ്രാർത്ഥിച്ചു, എന്താ പിന്മാറ്റം? ദൈവം ഒരു കാലം തോന്നുന്നു കുഴിച്ചിട്ടു. അവൻ ഇന്നത്തെ ആ ഭാഷമാര് വിശ്വാസം പറയുന്നു, 5 കൊടുത്താൽ 10 നേടാൻ പറഞ്ഞു. അവൻ 1 കൊടുക്കാതെ കാസാറിന് കൊടുക്കാൻ പറഞ്ഞു. അവൻ 10 പട്ടണത്തെ 10 സഭ നേടാൻ പറഞ്ഞു. പ്രീസലോ ആളല്ല. ഇവരിങ്ങനെയാ ചെയ്യുന്നത്. എങ്കിൽ യേശു എന്തിനാ യെരൂശലേം ദേവാലയത്തിനകത്ത് ചാട്ടവാറെടുത്ത് അവർ കാസുകാർ എന്ത് ചെയ്തു? അല്ല ചമ്മന്തി അടി കൊടുത്തു, ഓടിച്ചു പറഞ്ഞു. എന്റെ ആലയത്ത് അതിനാ കള്ളമറ കുഹയാക്കലെന്ന്. ഇന്നെങ്ങനെ പറയാ? അനേക മാസ്റ്റർമാര് ചിട്ടിപിരിയുണ്ട്, അനേക വിശ്വാസികൾ പിരിയുണ്ട്, വട്ടിക്കൊടുപ്പുണ്ട്. കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ആ പുറത്ത് കൊടുത്തിട്ട് അകത്തുനിന്ന് സ്വോത്രം പറയുന്നത്. അവിടെ നേരത്തെ പുറത്ത് കൊടുത്തവരാ തല്ലി ഓട്ടിച്ചത്. അപ്പൊ അകത്തിരിക്കുന്നവരാ സ്വോത്രം പറഞ്ഞത്. കേൾക്കോ? യേശു തല്ലി ഓട്ടിച്ചു. ഇത് അകത്തിരുന്ന് അസ്വോത്രം പറഞ്ഞ കേൾക്കോ? പൈസലോ ആളല്ല. അവൻ അവിടെ പോകുമ്പോ കണക്കിട്ടു. പെരുത്തല വാങ്ങി പലിശയും ലാഭം സമ്പാദിച്ച് എന്നെ മറയണ്ട. ഞാൻ കാര്യം ചോദിക്കുന്നത്, നീ കൈയിട്ട് എനിക്ക് ഗസ്കിയലുള്ളതാ. കൂട്ടുകാർക്ക് രക്തം ചൊരിയേണ്ടത്. അപ്പോ മനസ്സിലാക്കേ. അടുത്ത ബാക്കി യെശയ്യാവ് 61-ാം അധ്യായം 10-ാം വാക്യം വായിച്ച. ഞാൻ യഹോവയില് ഞാൻ ഏറ്റവും ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുള്ള. അപ്പോ അകത്തെ മനുഷ്യരായിരിക്കുന്നവൻ ദൈവത്തിലേക്ക് അവൻ ഘോഷിച്ച് ഉല്ലസിക്കപ്പെടുന്നു. അവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മരണവാസന ഉള്ളവരല്ല, ജീവവാസന ഉള്ളവരാ. അകത്തുള്ള ആളാ ദൈവത്തോട് ചേരുന്നത്. പുറമായ മനുഷ്യൻ ചേരുന്നില്ല. അവൻ പഴയ പ്രവൃത്തി അഴിപ്പാൻ യേശു വന്നു, അല്ലേ? പഴയ പ്രവൃത്തി അഴിപ്പാനാണ്. പഴയ ഇല്ലാതാക്കുവാൻ സകലം പുതിയതാക്കി തീർക്കുന്നു. അപ്പൊ പഴയവനോ ഇല്ല. അടുത്ത മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി അങ്ങനെ അലങ്കരിക്കുന്നു. ആഭരണങ്ങൾ മണവാട്ടി ആഭരണങ്ങളെ അലങ്കരിക്കുന്നത് പോലെ അവൻ രക്ഷാവസ്ത്രം ധരിച്ചിരിക്കുന്നു. പഴയ പാട്ടുകാർക്കില്ല എഴുതപ്പെട്ടത്, ഇത് പുതിയ പാട്ടുകാർക്കാ. പുതിയ പാട്ടുകാർക്ക് രക്ഷാവസ്ത്രമുള്ളത്, പഴയ പാട്ടുകാർ രക്ഷാവസ്ത്രമില്ല. അവൻ എപ്പോഴും അവർ ദൂരത്ത് കണ്ടു ആ രക്ഷ. ഞങ്ങൾ അന്യൊരു പരേശ് പറഞ്ഞു, അവർ മരിച്ചുപോയി. നമ്മൾ അങ്ങനെയല്ല, അതിനു മുമ്പ് നിയമിക്കപ്പെട്ടവരാകത്തിരിക്കും. എപ്പോഴും ലാസ്റ്റ് 2 വചനം 11. അപ്പോ മനസ്സിലാക്കിയത് നിങ്ങള്. അപ്പോ ഇന്നത്തെ നമ്മുടെ ബന്ധക്കോസിനകത്തും അവൻ അതേയിടത്ത് നടക്കുന്നത് താലികെട്ട്. ബൈബിൾ താലികെട്ടാൻ പറഞ്ഞിട്ടില്ല. ഹൈന്ദവ വേദങ്ങളുടെ ആചാരത്തിലാണ് താലിയുള്ളത്. അവർ പഞ്ചഭൂതത്തെ സാക്ഷി നിറച്ച്. നിങ്ങൾക്കറിയാം, നാദസ്വരവും മേളവും താളവും ആർക്കിടും? ഹോമ ആർക്കിടും? പഞ്ചഭൂതത്തിനാണ്. ഇത് സാക്ഷി നിർത്തിയാണ് താലി കെട്ടുന്നത്. മനസ്സിലാക്കുന്ന സ്തോത്രം. കത്തോലിക്കൽ നടക്കുന്നു, CSI നടക്കുന്നു, ബന്ധകോസ് നടക്കുന്നു. ഒരിടത്ത് കല്യാണത്തിന് പാസ്റ്റർ ബൈബിൾ രണ്ടപ്പുറന്ന് അതിന്റെ പുറത്ത് കെട്ടുകാലി വെച്ച് പ്രാർത്ഥിക്കുക. ഓടിത്തള്ളിക്കളഞ്ഞു. ഇത് കാണണ്ട. അവൻ എനിക്ക് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു കൊടുത്തില്ല. ബൈബിൾ അതിന് അവകാശം. ക്രിസ്തലോ. അപ്പോ നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കേ. അപ്പോ അത് ആർക്കഴിക്കുന്നു? അവൻ അത് ഒരു സഹോദരി വാസ പറഞ്ഞത്, അവൻ ഈ ചുട്ടി എന്താ തരാ? സർപ്പത്തിന്റെ തലയാ. കഴുതി കിടക്കുന്ന താലികട ചുട്ടി സർപ്പത്തിന്റെ തലയാ. ക്രിസ്തലോ. അപ്പോ മനസ്സിലാക്കേ, ആരാ ഇവർ അലങ്കരിക്കുന്നു? പുറമായ മനുഷ്യൻ അലങ്കരിക്കുന്നു. അവൻ മണവാളൻ രക്ഷാവസ്ത്രം നിന്നെ ധരിച്ചിരിക്കുമ്പോ ഈ രക്ഷാവസ്ത്രത്തില് നിന്നെ പൂർണ്ണമായി അലങ്കരിക്കപ്പെട്ടിരിക്കും. ഇതാ മനസ്സിലാക്കണം. അവൻ അത് നിങ്ങൾക്കറിയില്ല. ആത്മീക കണ്ണു തുറന്നവർക്ക് കാണാൻ പറ്റും. അവൻ മരിച്ചുപോയ അമ്മ പറയും, അവൻ രക്ഷാവസ്ത്രങ്ങൾ ധരിച്ചു കിടക്കുക.
അവൻ ദൂതന്മാർ ഇറങ്ങിയത് ഒരു ടാർച്ച് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അടിച്ച തിരുവനന്തപുരം വരെ വെളിച്ചമുണ്ടാകും. ദൂതന്മാരെ ടാർച്ച്. അവൻ കണ്ടവന ആത്മീയ കണ്ടവന് അവൻ വേദപുസ്തകത്തില് ഇന്ന് ഞാൻ വെളിപ്പാട് പുസ്തകം വായിച്ചു. അതില് ഒരു ദൂതൻ ഇറങ്ങി വന്നപ്പോ ഭൂമി മൊത്തം പ്രകാശിച്ചു. ഒരു ദൂതൻ ഇറങ്ങി വന്നപ്പോ ഭൂമി മൊത്തം പ്രകാശിച്ചു. അപ്പൊ യേശു ഇറങ്ങി വന്ന അവനെ പ്രയാസം നോക്കി. അപ്പൊ ഈ ലോകത്തുള്ള ആവശ്യമോ ദൈവത്തില്ല, അവൻ വചനപ്രകാരം ചെയ്യുന്നത് ആവശ്യമോ? ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ആവശ്യമോ? എവിടെയെങ്കിലും പോയി ബാക്കിൽ കിടക്കുന്നില്ല ആവശ്യം. എന്റെ ഭവന തലയിൽ വാസ സ്ഥലമുണ്ട് അവൻ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സഹോദരി ഒരു കൊച്ചിന് കരുതി അവൻ ഇനി വളരുമെന്ന് പറഞ്ഞ് ഒരു പാസ്റ്ററും ഒരു സഹോദരി ഭയങ്കര പ്രാർത്ഥനയാ. കൊറോണ കാലഘട്ടത്ത് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ ഒരു കൊച്ചു വയലിലെ ചില്ലി ഒളിഞ്ഞിട്ടാട്ട് കണ്ടു. രണ്ട് വ്യക്തികളെ കാണിച്ചു, ഒരു പാസ്റ്ററും ഈ വർഷത്തെ ഒരു സഹോദരി. പാസ്റ്റർ 5 വർഷം കഴിഞ്ഞ് പോകും, റിട്ടേൺ ചെയ്തിട്ട് അടുത്ത പാസ്റ്റർ വരും. അവൻ ഇപ്പൊ റിട്ടേൺ സുഖമില്ലാതെ റിട്ടേൺ ആയി കിടക്കുന്നു. പൈസലോ. അപ്പോ ദൈവം പറഞ്ഞു പ്രാർത്ഥിച്ച് വലിച്ചു തള്ളിയിട്ടതാണ്. അപ്പോ ഞാൻ 2 ദിവസം വീണ്ടും രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു. ആ കൊറോണ സമയത്ത് ഇതൊക്കെ ഇത് പ്രാർത്ഥിക്കുന്നവരാ. സഭയിനകത്ത് ഇത് പ്രാർത്ഥന നടക്കുന്നു. സഭയിനകത്ത് അവൻ തമിഴ്നാട്ടിലും ഈ കന്യാകുമാരി പാട്ട് കേരളത്തിലത് അനേകത്ത് തമ്മിൽ പ്രാർത്ഥന നടക്കുന്നു. രക്ഷിക്കപ്പെടാൻ ഒരു ദൈവവാസം പ്രാർത്ഥിക്കുന്നില്ല. അവൻ അനേകം നശിച്ചു ജനങ്ങൾ നടക്കുന്നു. കുടിച്ചു കുറച്ച് അനേക ദൈവമക്കൾ നടക്കുന്നു ഭവനത്തിനകത്ത്. അതിനെ ഒരുത്തരും പ്രാർത്ഥിക്കുന്നില്ല. ഒരു സഹോദരിക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയില് ഈ സഹോദരി അടിച്ച് കലക്കി ഇവിടെ ഇറങ്ങിപ്പോകുന്ന പ്രാർത്ഥന, ഇവിടെ സംസാരിക്കും പ്രാർത്ഥന. പൈസലോ ഒരു മാസം പ്രാർത്ഥിയാണ് അവരെ പിടിച്ചു കേട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പാസ്റ്റർമാര് പ്രാർത്ഥിക്കുന്നത് നശിച്ചു പോകുന്ന അനേകരെ കിടക്കുന്നു. അതിന് പ്രാർത്ഥന അങ്ങ് പോകുമ്പോ കടം കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ ആ കൊറോണ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു ദർശനം അവൻ പ്രാർത്ഥിച്ച ഒരാളും നല്ല വെള്ള വസ്ത്രം ഞായിട്ടിരിക്കുന്നത് അതിന് ഭയങ്കര വെള്ള വസ്ത്രമാ. വെള്ള വസ്ത്രം ധരിച്ചു കണ്ണിൽ കറുത്ത വാസ. ഞാൻ ചോദിച്ചു ദൈവം എന്നാ ഇത് കറുത്ത വാസെന്ന്. ദൈവം പറഞ്ഞു ഇതോടെ എതിർ പ്രാർത്ഥന അവസാനിച്ചു. എനിക്കിങ്ങനെ തന്നത്. അവിടെ ആത്മീയ കണ്ണ് തുറക്കുന്നവന് അറിയാൻ പറ്റും. നിൽക്കുന്നവർക്ക് ആത്മീയ കണ്ണ് തുറക്കുന്നില്ല, എല്ലാം ലോകത്തിലേക്ക് പോകുന്നു. അതാണ് പൗലോസ് അവൻ പോകാതിരിപ്പാൻ എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിക്കുന്നു. അപ്പൊ മനസ്സിലാക്കണത് അവൻ ആ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുമ്പോ എല്ലാം നിറഞ്ഞു കിടക്കുന്നു. അവൻ ആത്മീക അതിലാ ജ്വലിക്കുന്നത്, ആത്മീക പ്രവൃത്തി അതിലാ വെളിപ്പെടുന്നത്. അതാ വായിക്കാം. അടുത്ത് നീതി എന്ന അങ്കി, നീതിയോട് നടക്കുവാൻ. പൈസലോ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ നടക്കാതെ ഇടുക്കുവാതിൽ കൂടെ നടക്കുവാൻ ഒരു നീതി എന്ന അങ്കി ധരിച്ചിരിക്കുന്നു. അതാ ദൈവമക്കൾ മനസ്സിലാക്കണമേ. നീതി എന്ന അങ്കി നടക്കുമ്പോ അവൻ നീതിയോട് ജീവിക്കും. നീതിമാനായ യേശുവോട് നിങ്ങൾ ജീവിക്കും. അതാ പൗലോസ് പറയുന്നത്. ആരാ അകത്തെ മനുഷ്യൻ? പൈസലോ നിങ്ങൾക്കറിയാം, കിതയോനും കൂട്ടരും എന്ത് ചെയ്തു? പഴയ ഏർപ്പെടാത്തിനകത്ത് ഒരു മൺകുളം, അതിനകത്ത് തീപ്പന്തം വെച്ച് അത് ഫുള്ള് ചെയ്തു. അവൻ എതിർക്കോസ്റ്റ് എന്ന യുദ്ധത്തിൽ വന്നേരാ തുരത്താം 300 പേരാ ഈ തീപ്പന്തം മിഥ്യാനിയെ തകർക്കാൻ പോകുന്നു. ഒരു സൈഡ് മിഥ്യാനിയര് അവൻ പിന്നിൽക്കുത്തുന്ന അമലേക്ക ശക്തികൾ ഇവർ തകർക്കാൻ പോകുമ്പോ ദൈവം പറഞ്ഞു ഈ 300 പേര് ഇതിനകത്ത് ഈ പന്തം നിറച്ചു പോകാൻ പറഞ്ഞു. അവൻ ഇവർ പോകുമ്പോ ശത്രുക്കളെ കണ്ടപ്പോ എന്നറിയാമോ? ഈ മൺകുളത്തെ പൊട്ടിച്ചു ഈ പന്തത്തെ എടുത്തപ്പോ ശത്രുക്കളെല്ലാം പിന്തിരിഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ വെളിപ്പെടുമ്പോ സകല ശത്രുക്കൾ ചതറിപ്പണം. അവൻ ആ മൺകുളം തീപ്പന്തമാര് നമ്മളെ പൗലോസ് ഇതിൽ തന്നെ പറഞ്ഞിരിക്കും. അവൻ ഉള്ളിൽ അത്യന്ത ശക്തി, അത് തന്റെ ദൈവം തന്നെ ദാനമാണ്. ആ പൊക്കിഷൻ, ആ പൊക്കിഷനാണ്. ആരാണ്? പൗലോസ് പറയുന്നു
കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നതിന്റെ ആ രഹസ്യം. അകത്തെ മനുഷ്യനായ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ആ മഹത്വത്തിന്റെ പ്രത്യാശയ ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നിങ്ങളിലേക്ക് ആത്മചലനത്തെ കൊണ്ടുവരുന്നത്, ആത്മാവിന്റെ ശക്തിയെ കൊണ്ടുവരുന്നത്, ആത്മാവിന്റെ വിടുതലെ കൊണ്ടുവരുന്നത്. നിങ്ങളിലേക്ക് ആത്മാവ് അത് വെളിപ്പെടുമ്പോ, ആത്മശക്തി വെളിപ്പെടുമ്പോ നിങ്ങൾ ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നു, അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധ സമാരാധന ലോകത്ത് 5 വൻകര കേരളത്തിൽ അവൻ തമിഴ്നാട് ഈ വരാത്ത പതനത്തിൽ കിടക്കുന്നവർക്ക് ആത്മചലനം ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു. പാവ ഉണർവുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണം. ഇവിടെ മടക്കയാത്ര കൂടെ ഇരിക്കണം. ക്രിസ്തു വരെ ഒരുക്കണം. ഒരു കുടുംബത്തിന് ഒരു പ്രതികൂല വരാതെ ആവശ്യം. വാഹനയാത്ര ചില പോക്കിൽ വന്നതാണ്. യേശുവിനെ പ്രാർത്ഥന പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടാണ് ആശയെല്ലാം നീദാനയ്യാ, தேவையெல்லாம் நீதானையா. ரட்சகரே இயேசுநாதா, தேவையெல்லாம் நீதானே.